MMO പ്രൈവറ്റ് ഐ.ടിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷെറീന പി, ഇൻസ്ട്രക്ടർ ഇമെക്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റെബിലൈസറിനെ കുറിച്ചാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ അഥവാ ഒബ്ജക്റ്റീവ്സ്: ഇൻട്രൊഡക്ഷൻ ടു വോൾട്ടേജ് സ്റ്റെബിലൈസർ ആൻഡ് ഇറ്റ്സ് ടൈപ്സ്, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് വോൾട്ടേജ് സ്റ്റെബിലൈസർ, എക്സ്പ്ലെയിൻ അബൌട്ട് കോൺസ്റ്റന്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ, ഡിസ്ക്രൈബ് ദ വർക്കിംഗ് ഓഫ് സെർവോ സ്റ്റെബിലൈസർ. വോൾട്ടേജ് സ്റ്റെബിലൈസർ അതിൻ്റെ ടൈപ്പ്, വോൾട്ടേജ് സ്റ്റെബിലൈസറിൻ്റെ വർക്കിംഗ്, കോൺസ്റ്റന്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ എന്താണെന്നും സെർവോ സ്റ്റെബിലൈസറിൻ്റെ വർക്കിംഗ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു വോൾട്ടേജ് സ്റ്റെബിലൈസർ ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. വോൾട്ടേജ് സ്റ്റെബിലൈസർ ആവശ്യം വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വീടുകളിലൊക്കെ. എപ്പോഴാണ് വോൾട്ടേജ് സ്റ്റെബിലൈസർ ആവശ്യം വരിക? നമ്മുടെ വീടുകളിലുള്ള അപ്ലയൻസസ് ആയിട്ടുള്ള TV, റെഫ്രിജറേറ്റർ, AC, മിക്സർ ഗ്രൈൻഡർ, ഇതെല്ലാത്തിനും വർക്ക് ചെയ്യാൻ ഒരു നിശ്ചിത വോൾട്ടേജ് ആവശ്യമാണ്. അതിൽ വലിയ വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വോൾട്ടേജ് സ്റ്റെബിലൈസറിൻ്റെ മെയിൻ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് വോൾട്ടേജ് സ്റ്റെബിലൈസർ ഒന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു, നമുക്ക് വീട്ടിൽ വരുന്ന വോൾട്ടേജ് 230 വോൾട്ട് അല്ലേ? നമ്മൾ പറയൽ 230 വോൾട്ട് 50 ഹെർട്സ് ആണ്. സിംഗിൾ ഫേസ് ആണെങ്കിൽ 230 വോൾട്ട് 50 ഹെർട്സ്. പക്ഷേ അതിൽ വേരിയേഷൻ ഉണ്ടാവാം. 6% വോൾട്ടേജിലും 3% ഫ്രീക്വൻസിയിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അത് ടോളറബിൾ ആണ്. അതായത് 6% വേരിയേഷനും 3% വേരിയേഷനും ഉണ്ടെങ്കിൽ പ്രശ്നം. ഫ്രീക്വൻസിയിൽ 3%ഉം വോൾട്ടേജിൽ 6% വേരിയേഷൻസും നമുക്ക് സിംഗിൾ ഫേസിൽ ടോളറബിൾ ആണ്. ഇൻപുട്ട് വോൾട്ടേജ് ഷുഡ് ബി ബിറ്റ്വീൻ 216 ആൻഡ് 244. 216-നും 244 വോൾട്ടിനും ഇടയ്ക്കായിരിക്കണം ഇൻപുട്ട് വോൾട്ടേജ്. ഫ്രീക്വൻസി 48.5 ഹെർട്സിനും 51.5 ഹെർട്സിനും ഇടയിലായിരിക്കണം. അതാണ് 3% വേരിയേഷൻ. അതായത് 50 ഹെർട്സ് എന്ന് പറയുന്ന 50 ഹെർട്സിൻ്റെ 3% വേരിയേഷൻ എന്ന് പറയുന്നതാണ് 48.5 ഹെർട്സ്, 51.5 ഹെർട്സ്. A voltage stabilizer stabilizes or regulates the voltage if the supply voltage varies or fluctuates over a given range. ഇപ്പോൾ ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസർ ചെയ്യുന്നത് എന്താ? സ്റ്റെബിലൈസ് ചെയ്യുക അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുക വോൾട്ടേജ്. ഇഫ് ദ സപ്ലൈ വോൾട്ടേജ് വേരീസ് ഓർ ഫ്ലക്ച്വേറ്റ്സ് ഓവർ എ ഗിവൺ റേഞ്ച്. ഒരു നിശ്ചിത റേഞ്ചിൻ്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഒരുപാട് വേരിയേഷൻസ് കൂടെ കുറയുക ചെയ്യുകയാണെങ്കിൽ അതിനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുക അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്ത് നിർത്താൻ, പിടിച്ച് നിർത്താനാണ് എന്ത് ചെയ്യുന്നത്? വോൾട്ടേജ് സ്റ്റെബിലൈസർ ചെയ്യുന്നത്. അതാണ് വോൾട്ടേജ് സ്റ്റെബിലൈസർ യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് സപ്ലൈ വോൾട്ടേജിൽ വരുന്ന ഇൻകമിങ് ഇൻപുട്ട് സപ്ലൈ വോൾട്ടേജിൽ വേരിയേഷൻസ് വരികയാണെങ്കിൽ ഔട്ട്പുട്ടിലുള്ള ലോഡിലേക്കുള്ള വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് ഡെലിവർ ചെയ്യുക. ഇറ്റ് ഡെലിവർ എ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ടു എ ലോഡ് അറ്റ് ഇറ്റ്സ് ഔട്ട്പുട്ട് ടെർമിനൽസ് റിഗാർഡ്ലെസ് ഓഫ് ദ ചേഞ്ചസ് ഇൻ ദ ഇൻപുട്ട് ഓർ ഇൻകമിങ് സപ്ലൈ വോൾട്ടേജ്. And also it protect the equipment or machine against over voltage, under voltage, other voltage surges. നമുക്ക് അതിൻ്റെ ഒരു ചെറിയ ബ്ലോക്ക് ഡയഗ്രാമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഏതൊക്കെ ടൈപ്സാണ് സ്റ്റെബിലൈസറുള്ളത് നോക്കാം. വോൾട്ടേജ് സ്റ്റെബിലൈസർ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് മാനുവൽ വോൾട്ടേജ് സ്റ്റെബിലൈസർ, ഓട്ടോമാറ്റിക് വോൾട്ടേജ് സ്റ്റെബിലൈസർ, കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ അഥവാ CVT, സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസർ. ഇങ്ങനെ 4 സ്റ്റെബിലൈസറുകളാണ് നമുക്കുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് മാനുവൽ വോൾട്ടേജ് സ്റ്റെബിലൈസർ എന്താണെന്ന് നോക്കാം. മാനുവൽ വോൾട്ടേജ് സ്റ്റെബിലൈസർ. മാനുവൽ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരാൾ മാൻ ഓപ്പറേറ്റഡ് ആണെങ്കിൽ നമ്മൾ മാനുവൽ എന്ന് പറയും അല്ലേ? അപ്പോൾ മാനുവൽ വോൾട്ടേജ് റെഗുലേറ്റർ ഓർ സ്റ്റെബിലൈസർ ഗിവ്സ് യൂസർ ദ ഫ്ലെക്സിബിലിറ്റി ടു മാനുവലി അഡ്ജസ്റ്റ് ദ ഡിസൈഡ് ഔട്ട്പുട്ട് വോൾട്ടേജസ്. നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് വേണ്ട നമുക്ക് ആവശ്യമുള്ള വോൾട്ടേജിലേക്ക് നമുക്ക് മാനുവലി ഒരാളിരുന്നിട്ട് അങ്ങനെ കൺട്രോൾ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ റെഗുലേറ്റ് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മാനുവൽ വോൾട്ടേജ് സ്റ്റെബിലൈസർ എന്ന് പറയും. മാനുവലി നമ്മൾ എന്ത് ചെയ്യാം? വോൾട്ടേജ് കൂടുമ്പോൾ അതിനെ കുറയ്ക്കുക, കുറയുന്ന സമയത്ത് വോൾട്ടേജിനെ കൂട്ടുക. നമ്മൾ മാനുവലി ചെയ്യുകയാണെങ്കിൽ അതിനെ മാനുവൽ വോൾട്ടേജ് സ്റ്റെബിലൈസർ എന്ന് പറയും. അതിന് എസെൻഷ്യൽ പാർട്സ് ഓഫ് എ ബേസിക് മാനുവൽ വോൾട്ടേജ് സ്റ്റെബിലൈസർ ആർ ഓട്ടോ ട്രാൻസ്ഫോമർ, റോട്ടറി സ്വിച്ച്. ഇത് രണ്ടാണ് മെയിൻ കമ്പണൻറ്റ്. അതായത് ഓട്ടോ ട്രാൻസ്ഫോമറും റോട്ടറി സ്വിച്ച്. നമ്മൾ ഒരു സ്വിച്ച് തിരിച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ റോട്ടറി സ്വിച്ച് എന്ന് പറയുന്നത് അല്ല വേറെ മറ്റൊരു കമ്പണൻ്റാണ്. എല്ലാ സ്റ്റെബിലൈസറും ഉള്ളൊരു കമ്പണൻ്റാണ് ഓട്ടോ ട്രാൻസ്ഫോമർ. എന്താണ് ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ? ഈസ് ആൻ ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമർ വിത്ത് ഓൺലി 1 വൈൻഡിങ്. ഓട്ടോ ട്രാൻസ്ഫോമറിന് ഒരു ട്രാൻസ്ഫോമർ തന്നെയാണ്, പക്ഷേ അതിലെന്താ പ്രത്യേകത? ഒരൊറ്റ വൈൻഡിങ്ങേ ഉള്ളൂ. പ്രൈമറി ആയിട്ടും സെക്കൻഡറി ആയിട്ടും ഒക്കെ ആക്ട് ചെയ്യുന്നത് ഈ ഒരൊറ്റ വൈൻഡിങ് ആണ്. സിംഗിൾ വൈൻഡിങ് തന്നെയാണ് പ്രൈമറി ആയിട്ടും സെക്കൻഡറി ആയിട്ടും ഒക്കെ വെക്കുന്നത്. ഹാസ് എ സിംഗിൾ വൈൻഡിങ് വിത്ത് ടാപ്പിങ്സ്. ഒരു സിംഗിൾ വൈൻഡിങ് ആണ്, അതിൽ ഒരുപാട് ടാപ്പിങ്സ് ഉണ്ടാവും. ആ സെക്കൻഡറി നമ്മൾ പ്രൈമറിയിൽ നിന്ന് ടാപ്പ് ചെയ്ത് എടുക്കുക ചെയ്യുക. പിന്നെ ഒരു കോമൺ ടെർമിനൽ, ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഒരു കോമൺ ടെർമിനലും ഉണ്ടാകും.
ഇനി ഒറ്റ കോയിലാണെങ്കിൽ നമുക്കറിയാം ഒരു കോയിലൂടെ കറണ്ട് പോകുമ്പോൾ ഇവിടെ EMF ഇൻഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്തുതന്നെയാണ്? വർക്കിംഗ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ഫാരഡേസ് ലൂസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇനി ട്രാൻസ്ഫോമറിൻ്റെ നമ്പർ ഓഫ് ടേൺസിൽ വ്യത്യാസം വരികയാണെങ്കിൽ അതിനനുസരിച്ച് എന്ത് മാറും? ആംബിയർ ടേണും വോൾട്ടേജിലും വ്യത്യാസം വരും. ഡിപ്പെൻഡിങ് ഓൺ നമ്പർ ഓഫ് ടേൺസ് ആംബിയർ ടേൺ ആൻഡ് വോൾട്ടേജ് ചേഞ്ചസ്. ഈ രണ്ട് രീതിയിൽ നമുക്ക് ഈ മാനുവൽ വോൾട്ടേജ് സ്റ്റെബിലൈസർ അവൈലബിൾ ആണ്. ദർ ആർ 2 ബേസിക് കോൺഫിഗറേഷൻസ്, വിത്തൗട്ട് അപ്പ് ഡൗൺ സ്വിച്ചും വിത്ത് അപ്പ് ഡൗൺ സ്വിച്ചും. അപ്പ് ഡൗൺ സ്വിച്ച് ഉണ്ടായിക്കൊണ്ടും അപ്പ് ഡൗൺ സ്വിച്ച് ഇല്ലാതെയുമായിട്ട് ഇങ്ങനെ 2 കോൺഫിഗറേഷൻ നമുക്ക് പോസിബിളാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് മുമ്പ് ഓട്ടോ ട്രാൻസ്ഫോമർ ഒന്ന് നോക്കാം. ഇതാണ് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഫിഗർ. ഇതിൽ AC ഇൻപുട്ട് 230 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെക്കൻഡറിയിൽ കോമൺ ടെർമിനൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. സെക്കൻഡറിയിൽ 180 വോൾട്ട്, 200 വോൾട്ട്, 220 വോൾട്ട്, 240 വോൾട്ട് ഇങ്ങനെ ഓരോ ടാപ്പിങ്സ് കാണാം. 180 വോൾട്ട് വേണമെങ്കിൽ നമ്മൾ 180 വോൾട്ടിൽ കണക്ട് ചെയ്യും. 200 ആണ് 200ൽ അങ്ങനെ കാണാം. ഇനി നമ്മൾ പറഞ്ഞു വോൾട്ടേജ് സ്റ്റെബിലൈസർ വിത്തൗട്ട് അപ്പ് ഡൗൺ സ്വിച്ചും വിത്ത് അപ്പ് ഡൗൺ സ്വിച്ചും. അത് വിത്തൗട്ട് അപ്പ് ഡൗൺ സ്വിച്ചിൻ്റെ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ 1, 2, 3, 4 ഇങ്ങനെ മാർക്ക് ചെയ്ത് അത് റോട്ടറി സ്വിച്ചാണ്. അത് സ്വിച്ച് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു പൊസിഷനിലേക്ക് മാറുന്നതനുസരിച്ചിട്ട് അത് വോൾട്ടേജിൽ വ്യത്യാസം വരും. ഇത് വോൾട്ടേജ് സ്റ്റെബിലൈസർ വിത്ത് അപ്പ് ഡൗൺ സ്വിച്ച്. അതിൽ കാണാം സെക്കൻഡറിയിൽ ഒരു അപ്പ് ഡൗൺ സ്വിച്ചും കൂടി എക്സ്ട്രാ വരുന്നു. അതാണ് രണ്ടാമത്തെ കോൺഫിഗറേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഓട്ടോമാറ്റിക് വോൾട്ടേജ് സ്റ്റെബിലൈസർ നോക്കാം. നമ്മൾ മാനുവലി വോൾട്ടേജ് സ്റ്റെബിലൈസറിൽ നമ്മൾ പറഞ്ഞു ഒരാൾ ഈ റോട്ടറി സ്വിച്ചിങ്ങിനെ കൺട്രോൾ ചെയ്ത് കൊടുക്കണം. വോൾട്ടേജ് കുറയുമ്പോൾ ഒരാൾ കൺട്രോൾ ചെയ്യണം, കൂടുമ്പോൾ കുറയ്ക്കാൻ അത് നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ അവിടെ ഒരു ഡിലേ വരാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ തിരിക്കാൻ കുറച്ച് വൈകി എന്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അവർ ഡിലേ വരുന്നുണ്ട് അല്ലേ. ശരിക്കും ഔട്ട്പുട്ടിനെ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുന്നതിൽ ഒരു ഡിലേ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് വോൾട്ടേജ് സ്റ്റെബിലൈസറാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് വോൾട്ടേജ് സ്റ്റെബിലൈസർ എന്താ? നമ്മൾ മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്ന അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാം. റിലേയുടെ സഹായത്തോടു കൂടി ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. മാനുവലി നമ്മൾ റോട്ടറി സ്വിച്ച് ഉപയോഗിച്ച് ഇങ്ങനെ വോൾട്ടേജ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തില്ലേ, അതൊരു ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ റിലേയുടെ സഹായത്തോടെ ഓട്ടോമാറ്റിക് ചെയ്യണതിന് നമ്മൾ ഓട്ടോമാറ്റിക് വോൾട്ടേജ് സ്റ്റെബിലൈസർ എന്ന് പറയും. റിലേ സ്വിച്ചസ് ആർ യൂസ്ഡ് വിച്ച് ചേഞ്ച് ട്രാൻസ്ഫോമർ കണക്ഷൻസ്. അപ്പോൾ ആ റിലേ സ്വിച്ചാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫോമർ കണക്ഷൻസിനെ ചേഞ്ച് ആക്കുന്നത്. നമുക്ക് വേണ്ട വോൾട്ടേജിലേക്ക് ടാപ്പിങ്സിലേക്ക് കണക്ട് ചെയ്യുന്നത് റിലേ ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് ഓട്ടോമാറ്റിക്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓട്ടോമാറ്റിക്കാണ്. ഇനി അതിലുള്ള ബേസിക് കമ്പോണൻറ്റ് അല്ലെ എസെൻഷ്യൽ പാർട്സ് ഓഫ് എ ബേസിക് ഓട്ടോമാറ്റിക് വോൾട്ടേജ് സ്റ്റെബിലൈസർ ആർ. ഒരു ഓട്ടോമാറ്റിക് വോൾട്ടേജ് സ്റ്റെബിലൈസറിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഓട്ടോമാറ്റിക് വോൾട്ടേജ് സ്റ്റെബിലൈസർ. ഇതിൽ ഓട്ടോ ട്രാൻസ്ഫോമർ ഉണ്ട്, റിലേ സ്വിച്ചസ് ഉണ്ട്, റിലേ ഡ്രൈവർ സർക്യൂട്ട്, കൺട്രോൾ സർക്യൂട്ട്, ലോ വോൾട്ടേജ് പവർ സപ്ലൈ, കുറച്ച് അല്ലാത്ത ആക്സറീസ്, റെക്ടിഫയർ അങ്ങനെയുള്ള ആക്സസറീസും ഇതിൽ ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കുന്ന പാർട്സ്: ട്രാൻസ്ഫോമർ, റിലേ സ്വിച്ചസ്, റിലേ ഡ്രൈവർ സർക്യൂട്ട്, കൺട്രോൾ സർക്യൂട്ട്, ലോ വോൾട്ടേജ് പവർ സപ്ലൈ ആൻഡ് ആക്സസറീസ്. ഇത്രയാണ് ഒരു ഓട്ടോമാറ്റിക് വോൾട്ടേജ് സ്റ്റെബിലൈസർ ഉണ്ടാകുന്ന എസെൻഷ്യൽ പാർട്സ്. ഇവിടെ നമുക്കിതിൻ്റെ വോൾട്ടേജ് സ്റ്റെബിലൈസറിൻ്റെ വർക്കിംഗ് നോക്കാം. ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് വോൾട്ടേജ് സ്റ്റെബിലൈസർ. ദ വോൾട്ടേജ് റെഗുലേഷൻ ഈസ് റിക്വയർഡ് ഫോർ 2 ഡിസ്റ്റിങ്ക്ട് പർപ്പസ്. നമുക്ക് വോൾട്ടേജിൻ്റെ റെഗുലേഷനിൽ സ്റ്റെബിലൈസേഷൻ ആവശ്യം വരുന്നത് 2 സ്ഥലങ്ങളിലാണ് മെയിനായിട്ട്. ഒന്ന് ഓവർ വോൾട്ടേജ് വരുമ്പോൾ, അല്ലെങ്കിൽ അണ്ടർ വോൾട്ടേജ് കണ്ടീഷൻ. ഓവർ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നിശ്ചിത നമ്മുടെ ഡിസൈർഡ് വോൾട്ടേജ് അല്ലെങ്കിൽ നമ്മൾ തീരുമാനിച്ച വോൾട്ടേജിനേക്കാൾ കൂടുതലാവുക. അണ്ടർ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നിശ്ചിത വോൾട്ടേജിന് അതിനേക്കാൾ ഒരു കുറയുകയാണെങ്കിൽ അണ്ടർ വോൾട്ടേജ്. The process of increasing voltage from under voltage condition is called as boost operation. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ബൂസ്റ്റ് ബക്കൊക്കെ. അപ്പ് ചെയ്യുകയാണെങ്കിൽ ബൂസ്റ്റും, ഡൗൺ ചെയ്യുകയാണെങ്കിൽ ബക്ക്. അപ്പോൾ ദ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് വോൾട്ടേജ് ഫ്രം അണ്ടർ വോൾട്ടേജ് കണ്ടീഷൻ. ഒരു അണ്ടർ വോൾട്ടേജ് നമ്മൾ വെച്ചു, അതിൽ നിന്ന് നമ്മൾ നോർമൽ വോൾട്ടേജിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിന് ബൂസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയും. വേറാസ് റെഡ്യൂസിങ് ദ വോൾട്ടേജ് ഫ്രം ഓവർ വോൾട്ടേജ് കണ്ടീഷൻ ഇസ് കോൾഡ് ആസ് ബക്ക് ഓപ്പറേഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 220 വോൾട്ട് 230 വോൾട്ടാണ് നമ്മുടെ നോർമൽ വോൾട്ടേജ്. ഒരു 200 വോൾട്ട് നമുക്ക് അണ്ടർ വോൾട്ടേജും 260 അല്ലെങ്കിൽ 70 വോൾട്ട് നമ്മൾ ഓവർ വോൾട്ടേജും ഡിസൈഡ് ചെയ്തു. അപ്പോൾ 260 ആകുന്ന സമയത്ത് അതിൽ നിന്ന് എന്ത് ചെയ്യാം? കുറച്ചിട്ട് 230 എത്തണം. അതിന് നമ്മൾ എന്ത് പറയും? ബക്ക് ഓപ്പറേഷൻ എന്ന് പറയും.
200 വോൾട്ടാണുണ്ടെങ്കിൽ അതിനെ കൂട്ടിയിട്ട് എവിടേക്ക് എത്തിക്കണം? 230 വോൾട്ടിലേക്ക് എത്തിക്കണം. അത് നമ്മൾ ബൂസ്റ്റ് ഓപ്പറേഷൻ 200 നിന്ന് കൂട്ടി 230 വരെ എത്തിക്കുക. അപ്പോൾ അതിന് ബൂസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് സ്റ്റെബിലൈസറിൽ നടക്കുന്നത്, ബക്ക് ആൻഡ് ബൂസ്റ്റ് ഓപ്പറേഷൻസ്. അപ്പോൾ ബൂസ്റ്റ് ഓപ്പറേഷനും ബക്ക് ഓപ്പറേഷനും എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ബൂസ്റ്റ് ഓപ്പറേഷൻ അതിൻ്റെ സെക്യൂർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ദ സപ്ലൈ വോൾട്ടേജ് ഈസ് ഗിവൺ ടു എ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ആ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലേക്ക് 230 വോൾട്ട് AC സപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സപ്ലൈ വോൾട്ടേജ് ഈസ് ഗിവൺ ടു എ ട്രാൻസ്ഫോമർ വിച്ച് ഈസ് നോർമലി എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. This transformer is connected in such a way that the secondary output is added to the primary supply voltage. ഇവിടെ കാണാം, ഇവിടെ സെക്കൻഡറി ഈ ഒരു കണക്ഷനിലതാ പ്രൈമറിയിലേക്ക് പോകുന്ന ഈ ഒരു കണക്ഷൻ, സെക്കൻഡറിയിൽ നിന്ന് പ്രൈമറിയിലേക്ക് ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ നമുക്ക് സെക്കൻഡറിയിൽ കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ പ്രൈമറി വോൾട്ടേജ് പ്ലസ് സെക്കൻഡറി. പ്രൈമറിയിൽ എത്ര 230 വോൾട്ടും ഇവിടെ 230 വോൾട്ടും സെക്കൻഡറിയിൽ 12 വോൾട്ടും. അപ്പോൾ ശരിക്കും 242 അതിൽ ചെറിയ വേരിയേഷൻ വന്നാൽ 240 വോൾട്ട് നമുക്ക് ലോഡിൽ കിട്ടും. അപ്പോൾ എന്താ ഈ ബൂസ്റ്റ് നമ്മൾ 230 വോൾട്ട് ഇൻപുട്ടിൽ കൊടുത്തപ്പോൾ 230 വോൾട്ട് നമ്മൾ ഇൻപുട്ട് കൊടുത്തപ്പോൾ നമുക്ക് 240 വോൾട്ട് ഔട്ട്പുട്ടിൽ കിട്ടി. അപ്പോൾ അവിടെ എന്തായി ബൂസ്റ്റ് ഓപ്പറേഷനാണ്. അപ്പോൾ അതാണ് വോൾട്ടേജ് സ്റ്റെബിലൈസറിൽ നടക്കുന്ന ബൂസ്റ്റ് ഓപ്പറേഷൻ. Okay, the supply voltage is given to a transformer which is normally a step down transformer. This transformer is connected in such a way that the secondary output is added to the primary supply voltage. In case of low voltage condition, the electronic circuit in the stabilizer switches corresponding relay such that this added supply, that means incoming supply plus transformer secondary output, is supplied to the load. നമുക്ക് ബക്ക് ഓപ്പറേഷൻ നോക്കാം. എന്താണ് ബക്ക് ഓപ്പറേഷനിൽ വരിക? ദ സെക്കൻഡറി ഓഫ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഈസ് കണക്റ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് സെക്കൻഡറി ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദ ഇൻകമിംഗ് വോൾട്ടേജ്. അതായത് പ്രൈമറിയിൽ നമ്മൾ 230 വോൾട്ട് നേരത്തെ പോലെ തന്നെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ അല്ലേ, അത് കുറയ്ക്കേ വേണ്ട. നമുക്ക് ഇൻപുട്ടിൽ നിന്ന് പ്രൈമറിയിൽ ഇൻപുട്ടിൽ വരുന്ന വോൾട്ടേജ് എത്രയാണോ അതിൽ നിന്ന് അത് നമുക്ക് കുറയ്ക്കുകയാണ് വേണ്ടത്. ഡിഡക്റ്റഡ് secondary output voltage deducted from the incoming voltage ആണ്. അപ്പോൾ therefore in case of incoming voltage rise, the electronic circuit switches the relay that switches deducted supply voltage. എന്ന് വെച്ചാൽ ഇൻകമിങ് വോൾട്ടേജ് ഇപ്പോൾ 230 വോൾട്ട് അല്ലേ, മൈനസ് ട്രാൻസ്ഫോമർ സെക്കൻഡറി ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഇപ്പോൾ 230 ഇവിടെ 12, 230 മൈനസ് 12 എത്ര കിട്ടുക? 218 വോൾട്ടാണ് നമുക്ക് സെക്കൻഡറി. അപ്പോൾ അവിടെ എന്തായി വോൾട്ട് 230 വോൾട്ട് കൊടുത്തിട്ട് നമുക്ക് 218 വോൾട്ട് കിട്ടി. അപ്പോൾ സെക്കൻഡറിയിൽ എന്തായി വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ചെയ്തു അല്ലേ, ബക്ക് ഓപ്പറേഷനാണ് അവിടെ നടന്നിട്ടുള്ളത്. if in case incoming voltage rises, electronic circuit switches the relay that switches deducted supply voltage, that is incoming voltage minus transformer secondary voltage to the load. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് കൂടുകയാണെങ്കിൽ ഇവിടെ സ്വിച്ചസ് ഉണ്ട്, ആ സ്വിച്ച് ഈ റിലേനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് റിലേ എന്ത് ചെയ്യും, ഇതിലേക്കുള്ള റിലേ കണക്ട് ആയിട്ട് സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് പ്രൈമറിയിലെ വോൾട്ടേജിൽ നിന്ന് കുറയ്ക്കും. അതാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. ബൂസ്റ്റ് ഓപ്പറേഷനിൽ പ്രൈമറി സെക്കൻഡറി കൂട്ടിയിട്ടാണ് കിട്ടുന്നത്. ബക്ക് ഓപ്പറേഷനിൽ പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറി വോൾട്ടേജ് കുറച്ചിട്ടാണ് നമുക്ക് ലോഡിലേക്ക് കൊടുക്കുക. In case of normal voltage operating condition, electronic circuit switches the load entirely to incoming supply without any transformer voltage. ഇപ്പോൾ നോർമൽ വോൾട്ടേജ് ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യില്ല, വോൾട്ടേജ് അതിനെ സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ഒന്നും ചെയ്തില്ല, നേരെ അങ്ങ് ലോഡിലേക്ക് കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് വർക്കിംഗ് ഓഫ് വോൾട്ടേജ് സ്റ്റെബിലൈസർ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം, മെയിൻ കമ്പോണൻസ് പെട്ടിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാമാണ് കാണിച്ചിരിക്കുന്നത്. ഡയഗ്രത്തിൽ എന്തൊക്കെയുണ്ട്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട്, റെക്ടിഫയർ ഉണ്ട്, ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ അല്ലെങ്കിൽ മൈക്രോ കൺട്രോളർ യൂണിറ്റ്, റിലേസ്, സെറ്റ് ഓഫ് റിലേ അല്ലെങ്കിൽ റിലേ കോയിൽസ്, ഇത്രയും കമ്പോണൻസ്. പിന്നെയും ഒരുപാട് ചെറിയ കമ്പോണൻസും ഉണ്ട്, ആക്സസറീസ് ഉണ്ട്. മെയിൻ കമ്പോണൻസിൽ കാണിച്ച് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, റെക്ടിഫയർ, ഒപ്പാമ്പ് ഓർ മൈക്രോ കൺട്രോളർ ആൻഡ് റിലേ, സെറ്റ് ഓഫ് റിലേസ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസർ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി ഇതിലുള്ള ഓപ്പാമ്പ് അല്ലെങ്കിൽ ഇവിടെ മൈക്രോ കൺട്രോൾ യൂണിറ്റ് കാണാം അല്ലേ,
ഈ ഓപ്പാമ്പിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ അതിന് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കും, സെൻസ് ചെയ്യുന്ന രീതിയിൽ. അതായത് ഓവർ വോൾട്ടേജ് അല്ലെങ്കിൽ അണ്ടർ വോൾട്ടേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ബക്ക് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് അല്ലെങ്കിൽ ബൂസ്റ്റ് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ഇതിനൊക്കെ സെൻസ് ചെയ്യാവുന്ന രീതിയിൽ നമ്മളതിനെ ട്യൂൺ ചെയ്ത് വെക്കും ഓപ്പാമ്പിനെ. Op-amp are tuned in such a way that they could sense various set voltages such as lower cutoff, higher boost condition voltage, higher cutoff voltage, buck operating voltage. അതിൽ റിലേസിന് എന്ത് യൂസ് ചെയ്യുന്നത്, ഓപ്പാമ്പ് അല്ലെങ്കിൽ മൈക്രോ കൺട്രോളറിൽ നമുക്ക് പ്രോഗ്രാം ചെയ്തിട്ട് നമുക്ക് വോൾട്ടേജ് ഡിഫറെൻറ്റ് വോൾട്ടേജസിന് സെറ്റ് ചെയ്യാൻ പറ്റും. റിലേ കോയിൽസ് റിലേസ് കണക്റ്റഡിൻ്റെ മാന ട്രിപ്പ് ചെയ്യുക. ലോഡ് സർക്യൂട്ട് ഹയർ അല്ലെങ്കിൽ ലോവർ കട്ട് ഓഫ് വന്നു കഴിഞ്ഞാൽ ലോഡിനെ ഇൻകമിങ് നിന്ന് ട്രിപ്പ് ചെയ്യണം, ഡിസ്കണക്ട് ചെയ്യിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ലോ വോൾട്ടേജ് ആണെങ്കിൽ ബൂസ്റ്റ് ഓപ്പറേഷനും നമ്മുടെ നോർമൽ കണ്ടീഷൻ്റെ കൂടുതലാണെങ്കിൽ അതിനെ ബക്ക് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് റിലേ യൂസ് ചെയ്യുന്നത്. റിലേൻ്റെ ആവശ്യം എന്താണെന്ന് ട്രിപ്പ് ദ ലോഡ് സർക്യൂട്ട് ഡ്യൂറിങ് ഹയർ ആൻഡ് ലോവർ കട്ട് ഓഫ് വോൾട്ടേജസ് ആൻഡ് സ്വിച്ചസ് ബക്ക് ആൻഡ് ബൂസ്റ്റ് വോൾട്ടേജസ് ടു ദ ലോഡ് സർക്യൂട്ട്. പിന്നെ അവിടെ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട് അല്ലേ. ഒരുപാട് സെക്കൻഡറി ടാപ്പിങ്സ് കൂടിയ ഒരു ട്രാൻസ്ഫോമറാണ് അവിടെ ഉള്ളത്. നമുക്ക് ആവശ്യമായ വോൾട്ടേജസ് അതിൽ നിന്ന് നമുക്ക് ടാപ്പ് ചെയ്തെടുക്കാം. വിച്ച് ആർ ഹെൽപ്ഫുൾ ഫോർ ഓപ്പറേറ്റിംഗ് ഓപ്പാമ്പ് for different voltages and also to add app and detect voltage for boost and buck operations. അപ്പോൾ ഇവിടെ നിന്നുള്ള വോൾട്ടേജ് നമ്മൾ ബൂസ്റ്റ് ആൻഡ് ബക്ക് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടും അല്ല ഓപ്പാമ്പിൽ ഓരോ വോൾട്ടേജ് നമ്മൾ ഡിഫറെൻറ്റ് വോൾട്ടേജ് വരുന്ന സമയത്ത് സെൻസ് ചെയ്യില്ല, അതിനനുസരിച്ചിട്ടുള്ള വോൾട്ടേജ് നമുക്ക് എടുക്കുന്ന ടാപ്പ് ചെയ്യാൻ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. റെക്ടിഫയർ നമുക്കറിയാം AC DC ആക്കുക. എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോണിക് സർക്യൂട്ട്സും അതുപോലെ കോയിൽ ഇതൊക്കെ ഡ്രൈവർ സർക്യൂട്ട്സുകളൊക്കെ വർക്ക് ചെയ്യാൻ DC ആവശ്യമാണ്. അപ്പോൾ ആ DC ആവശ്യമായ DC കിട്ടാൻ വേണ്ടിയിട്ട് DC ഒക്കെ മാറ്റാം. റെക്ടിഫയർ സർക്യൂട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ലെറ്റ് അസ് അസ്യൂം ഒരു 1 kVA സിംഗിൾ ഫേസ് സ്റ്റെബിലൈസറാണ് ആയിരിക്കും. അത് നമ്മൾ ലോവർ കട്ട് ഓഫ് 200 നമുക്ക് വേണ്ട വോൾട്ടേജ് സ്റ്റെബിലൈസേഷൻ റേഞ്ച് എന്ന് പറയുന്നത് 200 to 245 ആണ്. 200-245 ഇടയിൽ വിത്ത് ബൂസ്റ്റ് ബക്ക് വോൾട്ടേജ് 20 to 35 വോൾട്ട്. അതായത് 20 ബൂസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ 35 ബക്ക് ചെയ്യുകയും ചെയ്യാം, 30 വോൾട്ട് വരെ ബക്ക് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ലോവർ കട്ട് ഓഫ് 150 ഹയർ കട്ട് ഓഫ് 220 എന്ന് വെച്ചാൽ 150 വോൾട്ട് 180 വോൾട്ട് മിനിമം. അതിലേക്കാൾ കുറഞ്ഞു കഴിഞ്ഞാൽ ലോഡിന് ഡിസ്കണക്ട് ചെയ്യണം, സ്വിച്ച് ട്രിപ്പ് ചെയ്യണം. 270 മുകളിലേക്ക് പോയി കഴിഞ്ഞാലും ട്രിപ്പ് ചെയ്യണം. അതാണ് ഹയർ കട്ട് ഓഫ് 270, ലോവർ കട്ട് ഓഫ് 180. ഇനിയിപ്പോൾ ഇൻപുട്ട് സപ്ലൈ 195 വോൾട്ടാണ് ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ത് ചെയ്യും, എനർജൈസ് ചെയ്യും ഇതിൻ്റെ ബൂസ്റ്റ് റിലേ കോയിലിനെ. ബൂസ്റ്റും ബക്ക് റിലേ കോയിലും ബൂസ്റ്റ് റിലേ കോയിലൊക്കെ ഉണ്ട്. ആ ബൂസ്റ്റ് റിലേ കോയിലിനെ ഓപ്പാമ്പ് എന്ത് ചെയ്യും, 741 ആണ് നമ്മൾ ഓപ്പാമ്പ് യൂസ് ചെയ്യുന്നത് നോർമലി. അപ്പോൾ ആ ഓപ്പറേഷണൽ ആംപ്ലിഫയറിനെ ബൂസ്റ്റ് ചെയ്യിക്കും. അപ്പോൾ എന്ത് ചെയ്യും, 195 + 25 വോൾട്ട് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിലേക്ക് പോകുക, അതായത് 220 വോൾട്ട്. ഇനി ഇൻപുട്ട് സപ്ലൈ 260 വോൾട്ടാണ് ഇരിക്കുക. അങ്ങനെ ആ സമയത്ത് ഓപ്പാമ്പ് ബക്ക് റിലേ കോയിലിനെ ബൂസ്റ്റ് എനർജൈസ് ചെയ്യിക്കും. അപ്പോൾ 260 നിന്ന് 35 കുറയും, 225 വോൾട്ടാണ് നമുക്ക് ലോഡിൽ കിട്ടുക. ഇനി ഇൻപുട്ട് വോൾട്ടേജ് ബിലോ 180 ആണെങ്കിൽ എന്ത് ചെയ്യും, ഓപ്പാമ്പ് ലോവർ കട്ട് ഓഫ് റിലേ കോയിലിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുക. അപ്പോൾ ലോഡ് സപ്ലൈയിൽ നിന്ന് ലോഡ് ഡിസ്കണക്റ്റ് ആവും. ഇനി ബിയോണ്ട് 270 270 അപ്പുറമാണെങ്കിൽ ഇപ്പോൾ 280 അല്ലെങ്കിൽ 290 വോൾട്ട് ആണെങ്കിൽ ഓപ്പാമ്പ് ഹയർ കട്ട് ഓഫ് റിലേനെ എനർജൈസ് ചെയ്യിക്കും. ആ റിലേ എന്ത് ചെയ്യിക്കും, സപ്ലൈയിൽ നിന്ന് ലോഡിനെ ടെർമിനേറ്റ് ചെയ്യും, ഡിസ്കണക്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഓൾ ദീസ് വാല്യൂസ് ആർ ഇതിൽ കൊടുത്തിരിക്കുന്ന അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന വാല്യൂസാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് ഈ വാല്യൂസിലൊക്കെ വ്യത്യാസം വരാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ലോവർ കട്ട് ഓഫ്, എന്താണ് ഹയർ കട്ട് ഓഫ്, എന്താണ് ബക്ക് ഓപ്പറേഷൻ, എന്താ ബൂസ്റ്റ് ഓപ്പറേഷൻ മനസ്സിലാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന വാല്യൂസാണ്. ഇതിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ നമ്മുടെ ആപ്ലിക്കേഷൻസ് അനുസരിച്ച് വരാം. ബൈ ദിസ് വേ സ്റ്റെബിലൈസർ ഓപ്പറേറ്റ്സ് അണ്ടർ ഡിഫറെൻറ്റ് വോൾട്ടേജ് കണ്ടീഷൻസ്. ഇനി എന്താണ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ, CVT? നമ്മൾ 4 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, മാനുവൽ, ഓട്ടോമാറ്റിക്. ഇനി എന്താ CVT? CVT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ. അതിൻ്റെ മെയിൻ പാർട്സ് CVTയിലെ ഇതാണ് CVT. ഇതിലെന്തൊക്കെ ഉണ്ട്, ഒരു ഇൻഡക്ടർ, കപ്പാസിറ്റർ, ട്രാൻസ്ഫോമർ. കപ്പാസിറ്റർ പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പ്രൈമറി വൈൻഡിങ്ങിന് പാരലായിട്ട് കപ്പാസിറ്ററും സീരീസ് ആയിട്ട് ഇൻഡക്ടറും കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. പാരലായിട്ട് കപ്പാസിറ്ററും സീരീസ് ആയിട്ട് ഇൻഡക്ടറും കണക്ട് ചെയ്തിട്ടുണ്ട്.
ഇൻപുട്ട് നമ്മൾ ഇതിൻ്റെ 2 ടെർമിനലിൽ ഇൻപുട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ സി വി ടി വർക്ക് ചെയ്യുക എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഫെറോ റെസൊണൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മെയിൻ പാർട്സ് ട്രാൻസ്ഫോമർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ. Capacitor is connected in parallel with the primary winding and the inductor is connected in series with the primary winding of the transformer. Output is taken from the secondary. അപ്പോൾ ഒരു സി വി ടിയിലെ മെയിൻ പാർട്സ് ട്രാൻസ്ഫോമർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, വർക്കിംഗ് ഓൺ ബേസ്ഡ് ഓൺ ഫെറോ റെസൊണൻസ്. എന്താണ് ഫെറോ റെസൊണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അതായത് ഈ ഇൻഡക്ടറും കപ്പാസിറ്ററും തമ്മിലുള്ള ഇൻട്രാക്ഷൻ നമ്മൾ വരുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്ന ഫെറോ റെസൊണൻസ്. അത് എപ്പോഴാണ് വരിക എന്ന് വെച്ചാൽ കപ്പാസിറ്റി റിയാക്റ്റൻസും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും ഈക്വൽ ആവുന്ന സമയത്താണ്. ഓക്കെ, ആ വോൾട്ടേജ് കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് മാക്സിമം എത്തുന്ന ഹൈ ആവുന്ന സമയത്ത് ഹൈ കറണ്ട് പ്രൈമറി വൈൻഡിൽ കൂടെ പോകും. അങ്ങനെ ആ ട്രാൻസ്ഫോമർ എന്താവും? കപ്പാസിറ്റർ ഫുൾ ചാർജ് ആണെങ്കിൽ മാക്സിമം വോൾട്ടേജിലൂടെ പോകുമ്പോൾ ഇത് സാച്ചുറേറ്റഡ് ആകും. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ലെവലാണ്. പിന്നെ ഇൻപുട്ടിൽ എത്ര വേരിയേഷൻ വന്നു കഴിഞ്ഞാലും അതിനെ എഫക്റ്റ് ചെയ്യില്ല. ഫർദർ ചേഞ്ച് ഇൻ കറന്റ് പ്രൈമറി ഡസ് നോട്ട് റിസൾട്ട് ഇൻ ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ട്രാൻസ്ഫോമർ കോർ ആൻഡ് ഹാൻഡ് സെക്കൻഡറി വോൾട്ടേജ് റിമൈൻസ് റിലേറ്റീവ്ലി കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇത് വോൾട്ടേജ് എത്ര വേരിയേഷൻ വന്നാലും ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യും? കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ കിട്ടും. ഔട്ട് ഓഫ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ റിമൈൻ ഔട്ട്പുട്ട് എന്തായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ബിക്കം ഹൈ ആൻഡ് ഹൈ എമൗണ്ട് ഓഫ് കറന്റ് ഫ്ലോസ് ത്രൂ ദ പ്രൈമറി. ദ ട്രാൻസ്ഫോമർ കോർ ഗെറ്റ്സ് saturated. Further change in current in primary does not result in change of magnetic flux in transformer core and hence secondary voltage remains relatively constant. Thus, in spite of variation in the input voltage, the output of constant voltage transformer remains constant. CVT gives instantaneous adjustment of output voltage and provides isolation between input and output, suppresses spike and noise and provide instantaneous short circuit and overload protection. അപ്പോൾ സി വി ടി നമുക്ക് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ ഐസൊലേഷൻ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനാണെങ്കിൽ നല്ലൊരു ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓവർലോഡിൽ നിന്നും ഷോർട്ട് സർക്യൂട്ടിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. സ്പൈക്ക് നോയ്സസിനൊക്കെ സ്പൈക്സ് അല്ലെങ്കിൽ നോയ്സ് പെട്ടെന്നുണ്ടാകുന്ന വോൾട്ടേജിൽ അല്ലെങ്കിൽ കറണ്ട് വരുന്ന ഇൻക്രീസ് അല്ലേ, അതിനെയൊക്കെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നോയ്സസ് ഇതിനൊക്കെ സപ്രസ് ചെയ്യുന്നുണ്ട്. പിന്നെ മിനിമം മെയിൻ്റനൻസ് മതി, കാരണം വളരെ കുറച്ച് കമ്പോണൻസേ ഉള്ളൂ. മിക്കവാറും കപ്പാസിറ്ററാണ് ഡിഫക്റ്റ് ആവുക, അതാണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരാറുള്ളത്. കപ്പാസിറ്ററിന് കംപ്ലൈൻ്റ് ആയാൽ അത് റീപ്ലേസ് ചെയ്യാണ് കൂടുതലായിട്ടും ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസർ എന്താണെന്ന് നോക്കാം. എ സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസർ കണ്ടിന്യൂസ്ലി സെൻസസ് ആൻഡ് മോണിറ്റേഴ്സ് ദ വോൾട്ടേജ്. സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസർ എല്ലായ്പ്പോഴും വോൾട്ടേജിനെ ഇങ്ങനെ സെൻസ് ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും ചെയ്യും. ഫുൾ ടൈം മോണിറ്റർ ചെയ്യുക, അത് ചെറിയ വേരിയേഷൻ വരുന്നതനുസരിച്ച് അത് എന്ത് ചെയ്യും, അതിനെ കറക്റ്റ് ആക്കുകയും ചെയ്യും, അത് മോണിറ്റർ ചെയ്യുന്നതുകൊണ്ട്. Whenever the output voltage differs from the desired voltage of 220 volt, it generates control signal to automatically adjust the output to the desired value of 220 volt. ഇപ്പോൾ 220 വോൾട്ടാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നതായിരിക്കും നമുക്ക് വേണ്ടത്. നമ്മൾ ഡിസൈർഡ് വോൾട്ടേജ് 220 വോൾട്ട് ആണെങ്കിൽ അതിൽ നിന്ന് വേരിയേഷൻസ് വരികയാണെങ്കിൽ ഇപ്പോൾ 210 അല്ലെങ്കിൽ 218 വോൾട്ട് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് കൺട്രോൾ സിഗ്നൽ ജനറേറ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി അതെന്ത് ചെയ്യും, 220 തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അതിന് യൂസ് ചെയ്യുന്നത് ഒരു സെർവോ മോട്ടർ മെക്കാനിസമാണ് സെർവോ സ്റ്റെബിലൈസറിൽ യൂസ് ചെയ്യുന്നത്. A servo voltage stabilizer uses a servo motor mechanism and continuously adjusts the output voltage. Servo voltage stabilizers are normally available with a power rating more than 1 kVA. അപ്പോൾ 1 kVയേക്കാൾ കൂടുതലാണ് സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസർ സാധാരണയായിട്ട് വരുന്നതിൻ്റെ പവർ റേറ്റിംഗ്. ഒരു സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസറിൽ ഓട്ടോ ട്രാൻസ്ഫോമർ, ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോമർ, മോട്ടർ ഡ്രൈവർ, കൺട്രോൾ സർക്യൂട്ട് ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് ടൊറോയിഡൽ ഓട്ടോ ട്രാൻസ്ഫോമർ ഉണ്ട്, ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോമർ, മോട്ടോർ പവർ കൺട്രോൾ യൂണിറ്റ്, അതിൻ്റെ സെൻസർ ഔട്ട്പുട്ടും കാണിച്ചിട്ടുണ്ട്. മോട്ടോർ കൺട്രോൾ യൂണിറ്റും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അതിൻ്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് ഓട്ടോ ട്രാൻസ്ഫോമറും ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോമർ, മോട്ടർ ഡ്രൈവർ, കൺട്രോൾ സർക്യൂട്ട്, പിന്നെ പവർ സപ്ലൈ. ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു പവർ സപ്ലൈ എപ്പോഴും ആവശ്യമാണ്. അതുപോലെ സെറ്റ് പോയിൻ്റ്, ബാക്കി ആക്സറീസൊക്കെ അതിൽ വരുന്നുണ്ട്, റെക്ടിഫയറൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടൊറോയിഡൽ എന്ന് പറയുന്നത് ആ ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഈ ഒരു ഷേപ്പിന് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ടൊറോയിഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ടൊറോയിഡൽ ഓട്ടോ ട്രാൻസ്ഫോമറാണ്. ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോമർ ഉണ്ട്. ഇവിടെ ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോമറിൻ്റെ ഒരു എൻഡ് ഈ ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോമറിൻ്റെ
എൻ്റെ ഓട്ടോ ട്രാൻസ്ഫോമറിലേക്ക് കൊടുത്തിട്ടുണ്ട്, മറ്റേ എൻ്റെ മോട്ടറിലേക്കും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തെങ്കിലും വേരിയേഷൻസ് വരുന്ന സമയത്ത് ഇവിടെ മോട്ടറുണ്ട്, മോട്ടറിന് ഒരു മോട്ടർ ഡ്രൈവർ അല്ലെങ്കിൽ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, മോട്ടറിനെ വർക്ക് ചെയ്യിക്കാൻ ആവശ്യമായ ഡ്രൈവറുണ്ട്. അപ്പോൾ ആ ഡ്രൈവർ എന്ത് ചെയ്യും, എന്തെങ്കിലും വേരിയേഷൻസ് വരുന്ന സമയത്ത് ഒരു സിഗ്നൽ ജനറേറ്റ് ചെയ്ത് മോട്ടറിലേക്ക് കൊടുക്കും. മോട്ടർ കറങ്ങുന്നതനുസരിച്ചിട്ട് ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോമറിൻ്റെ ടാപ്പിങ്സ് ഓട്ടോ ട്രാൻസ്ഫോമറിൽ ഇങ്ങനെ ടച്ച് ചെയ്യും. അതിനനുസരിച്ചിട്ട് ഔട്ട്പുട്ടിൽ വേരിയേഷൻസ് വരും. Auto transformer is toroidal in shape, connected between phase and neutral of the input voltage. The buck boost transformer is connected between input and output of the stabilizer. ബക്ക് ബൂസ്റ്റ് നമ്മൾ ഇൻപുട്ടിനും ഔട്ട്പുട്ടിൻ്റെ ഇടയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ന്യൂട്രലും ഫേസിൻ്റെ ഇടയ്ക്ക് ഓട്ടോ ട്രാൻസ്ഫോമറും കണക്ട് ചെയ്തിട്ടുണ്ട്. ബക്ക് ബൂസ്റ്റിൻ്റെ ഒരെൻഡ് പെർമനൻ്റ്ലി കണക്റ്റഡ് ആണ് ഇവിടെ ഓട്ടോ ട്രാൻസ്ഫോമറിലേക്ക്, മറ്റേ എൻഡ് ബ്രഷ് മോട്ടറിൻ്റെ ഷാഫ്റ്റും അതിന് ബ്രഷ് മെക്കാനിസവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. മോട്ടർ DC സെർവോ മോട്ടർ ആവാം, അല്ലെങ്കിൽ AC സിങ്ക്രണസ് മോട്ടർ ആവാം. അത് രണ്ട് ഡയറക്ഷനിലും ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് പ്രൈമറി ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി തുടർച്ചയായിട്ട് കണ്ടിന്യൂസ്ലി എവിടെ സ്ലൈഡ്സ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ വയേഴ്സ് ആൻഡ് മേക്ക് കോൺടാക്ട് വിത്ത് ഡിഫറെൻറ്റ് പോയിൻ്റ് ഓൺ ദ ഓട്ടോ ട്രാൻസ്ഫോമർ വൈൻഡിങ്. അപ്പോൾ ഈ മോട്ടർ കറങ്ങുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി എവിടെ കോൺടാക്ട് ചെയ്യും, ഓട്ടോ ട്രാൻസ്ഫോമറിൽ വ്യത്യസ്ത പോയിന്റുകളിൽ കോൺടാക്ട് ചെയ്യും. അപ്പോൾ മോട്ടോർ ഡ്രൈവർ ആൻഡ് കൺട്രോൾ സർക്യൂട്ട് ആർ സോളിഡ് സ്റ്റേറ്റ് സർക്യൂട്ട് വിത്ത് ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് ഓപ്പാം ലൈക്ക് 741. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ റെക്ടിഫൈ യൂണിറ്റ് പ്രൊഡ്യൂസ് ലോ വോൾട്ടേജ് DC സപ്ലൈ ഫോർ മോട്ടോർ ഡ്രൈവർ ആൻഡ് കൺട്രോൾ സർക്യൂട്ട്. മോട്ടോർ ഡ്രൈവറിന് കൺട്രോൾ സർക്യൂട്ടിന് ആവശ്യമായ DC വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്നത് റെക്ടിഫയർ, അതിന് ആവശ്യമായ മറ്റ് സർക്യൂട്ടുകൾ. എ സ്റ്റേബിൾ ലോ DC വോൾട്ടേജ് റെഫറൻസ് സോഴ്സ് ഈസ് ഒബ്റ്റെയിൻ ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ സെറ്റ് പോയിന്റ്. നമുക്ക് സെറ്റ് പോയിന്റ് ഡിസൈഡ് ചെയ്യാൻ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു DC സോഴ്സ് ഉണ്ടായിരിക്കും. ബൈ അഡ്ജസ്റ്റിംഗ് ദ സെറ്റ് പോയിന്റ് ദ ഡിസൈർഡ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഇസ് സെറ്റ് യൂഷ്വലി ബിറ്റ്വീൻ 220 വോൾട്ട് ടു 240 വോൾട്ട്. നമ്മൾ സെറ്റ് ചെയ്യുന്നത് സെറ്റ് പോയിന്റ് സാധാരണ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് 220-ൻ്റെ 240-ൻ്റെ ഇടയിലുള്ളൊരു വോൾട്ടാണ്. ദ ആക്ച്വൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് കണ്ടിന്യൂസ്ലി സെൻസർ ആൻഡ് ഇസ് കമ്പയർഡ് വിത്ത് ദ ഡിസൈർഡ് വോൾട്ടേജ്. നമ്മളൊരു 220 അല്ലെങ്കിൽ 230 വോൾട്ട് ഡിസൈർഡ് വോൾട്ടേജ് ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജിനെ എപ്പോഴും ഇത് കമ്പയർ ചെയ്യും. ഈ നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുന്ന 230-മായിട്ട് അപ്പോൾ ഔട്ട്പുട്ടിലുള്ള വോൾട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ കുറേയൊക്കെ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്യും. കൺട്രോൾ സർക്യൂട്ട് മോട്ടറിനെ സബ് മോട്ടറിലേക്ക് കൊടുക്കും. സബ് മോട്ടർ ബക്ക് ബൂസ്റ്റിനെ കൺട്രോളിങ് ബക്ക് ബൂസ്റ്റ് ഓട്ടോ ട്രാൻസ്ഫോമറിലേക്ക് പോയിൻ്റ് അത് ഇങ്ങനെ ഔട്ട്പുട്ട് നമുക്ക് സ്റ്റേബിളായിട്ടുള്ളൊരു ഔട്ട്പുട്ട് കിട്ടുകയാണ് ചെയ്യുക. കമ്പാരറ്റർ ഉണ്ടാവും. ആ കമ്പാരറ്റർ സാധാരണയായിട്ട് ഓപ്പാമ്പ് ബേസ്ഡാണ്. അത് ഇൻപുട്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കമ്പയർ ചെയ്യും. അത് നമുക്ക് ആക്ച്വൽ ഔട്ട്പുട്ട് നമുക്ക് നമ്മുടെ ഡിസൈർഡ് വാല്യൂ ഉള്ള ആക്ച്വൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. പാർട്സ് ഓട്ടോ ട്രാൻസ്ഫോമർ, ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോമർ, മോട്ടർ ഡ്രൈവർ, കൺട്രോൾ സർക്യൂട്ട്, പവർ സപ്ലൈ ഫോർ കൺട്രോൾ സർക്യൂട്ട്, സെറ്റ് പോയിന്റ്, ആക്സറീസ്. നേരത്തെ പറഞ്ഞ പോയിന്റുകളാണ്. Okay, servo voltage stabilizer provides continuous adjustment of output as input voltage varies, and correction speed is usually between 20 to 40 volt per second. അപ്പം ഈ സെർവോയിൽ വോൾട്ടേജ് വേരിയേഷൻസ് വരികയാണെങ്കിൽ 20 to 40 വോൾട്ട് സെക്കൻഡിൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതിന് പെട്ടെന്ന് തന്നെ അത് വോൾട്ടേജ് വേരിയേഷൻസ് ഉണ്ടെങ്കിൽ, അതുപോലെ സർജസ് സ്പൈക്ക് നോയ്സൊക്കെ അതിനെ സപ്രസ് ചെയ്യും. ഇൻപുട്ടുകളുണ്ടെങ്കിൽ അതൊന്നും ഔട്ട്പുട്ടിലേക്ക് വരാതെ അതിനെ എല്ലാം സപ്രസ് ചെയ്ത് തടഞ്ഞു നിർത്തും. പിന്നെ ഓവർ വോൾട്ടേജ്, അണ്ടർ വോൾട്ടേജ് പ്രൊട്ടക്ഷന്, ഓവർലോഡ് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷന്, ഓട്ടോ ആൻഡ് മാനുവൽ മോഡ് ഫോർ അഡ്ജസ്റ്റിംഗ് ഔട്ട്പുട്ട് എക്സെട്ര ഇതെല്ലാം അവൈലബിൾ ആണ്. നമുക്ക് മാനുവലിയും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടൊക്കെ ഔട്ട്പുട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് അതിലുണ്ട്. സാധാരണയായിട്ടുണ്ടാകുന്നൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മോട്ടറിൻ്റെ ഓസിലേറ്ററി മൂവ്മെൻറ്റ്, അതിൽ വരുന്ന മോട്ടർ ഡ്രൈവറിൽ വരുന്ന ഡിഫക്റ്റ്, അല്ലെങ്കിൽ കൺട്രോൾ സർക്യൂട്ടിൽ നിന്ന് ഡിഫക്റ്റ് വരിക, അല്ലെങ്കിൽ ഈ മോട്ടറും ഇത് വരുന്നതുകൊണ്ട് അതിൽ ബ്രഷും മറ്റേ ആംസ് മെക്കാനിക്സ് ഒക്കെ ഉണ്ടാവും, അതിലേക്ക് എന്തെങ്കിലും ലൂസ് കോണ്ടാക്ട് അല്ലെങ്കിൽ ജാം ആവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഷാഫ്റ്റ് അല്ലെങ്കിൽ മോട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഷാഫ്റ്റുകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അത് ജാമാവുക, ലൂസാവുക, അല്ലെങ്കിൽ ഡ്രൈവർ സർക്യൂട്ടിൽ കംപ്ലയിൻറ്റ് വരിക, ഇതൊക്കെയാണ് ഇതിൽ വരുന്ന നോർമൽ കംപ്ലയിൻസ്. ഒരു 3 ഫേസിൽ വരുന്ന വാട്ടർ സ്റ്റെബിലൈസറിൻ്റെ ഒരു ഫിഗർ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഒരു വോൾട്ടേജ് സെർവോ സ്റ്റെബിലൈസറാണ്, 3 ഫേസിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സ്റ്റെബിലൈസറിൽ എന്താണ് സ്റ്റെബിലൈസർ, അതുപോലെ എന്താണ് മാനുവൽ സ്റ്റെബിലൈസർ, ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ,
CVT, constant voltage transformer, and servo voltage stabilizer. Okay.